വയനാട് കർണാടക അതിർത്തിയിലെ പെരിക്കല്ലൂർ കടവിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നു. ഇതിനാവശ്യമായ കെട്ടിട സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി. അതിർത്തി ഗ്രാമമായ പെരിക്കല്ലൂർ വഴിയുള്ള ലഹരികടത്തുൾപ്പെടെ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടാണ് എയ്ഡ് പോസ്റ്റ് ആരംഭിക്കുന്നത്. കർണാടകയിൽ നിന്ന് കഞ്ചാവും മദ്യവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കബനിപ്പുഴ കടന്ന് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാലും ബത്തേരിയിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരോ പുൽപ്പള്ളിയിൽ നിന്നും പോലീസോ എത്തുമ്പോഴേക്കും കുറ്റവാളികൾ രക്ഷപ്പെടുന്നതാണ് പതിവ്. ഈ സാഹചര്യത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അടുത്ത കാലത്ത് സ്ഥാപിച്ചതാണ് ഈ ഔട്ട് പോസ്റ്റ്. ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇത് രാത്രിയും പകലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഇത് അടച്ചുപൂട്ടി പോയി. അതിനുശേഷം പോലീസുകാരും തന്നെ ഈ ഔട്ട് പോസ്റ്റ് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അന്ന് ഇട്ടിട്ട് പോയ ലൈറ്റാണ് ഇന്നും തെളിഞ്ഞു കിടക്കുന്നത്. അതിനുശേഷം ഇവിടെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ ഈ ഔട്ട് പോസ്റ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടും ഈ ലഹരി മാഫിയകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിച്ച് ഉപകാരപ്രദമാക്കണമെന്നാണ്. രാത്രിയും പകലും ഒരേ സമയം 3 പോലീസ് ഉദ്യോഗസ്ഥർ എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടാകും. പോലീസിന്റെ നേതൃത്വത്തിൽ കടവ് മുതൽ കബനിപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ച 9ഓളം CCTV ക്യാമറകളുടെ നിരീക്ഷണവും എയ്ഡ് പോസ്റ്റിൽ നിന്നാകും. എയ്ഡ് പോസ്റ്റിന് സമീപം വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കാനായി ബാരിക്കേഡും സ്ഥാപിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.